CBSE 10th റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് പേർക്ക് പ്രതീക്ഷിച്ചത്ര മാർക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്കുള്ള നെക്സ്റ്റ് സാധ്യത എന്ന് പറയുന്നത് റിവാലുവേഷൻ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് മെസ്സേജ് സാറിന് വരുന്നുണ്ട്, റിവാലുവേഷൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സാറേ എന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. അവർക്കുള്ളൊരു മറുപടി ആയിട്ടാണ് സാർ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം, നിങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ, നമ്മുടെ CBSEയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ നമുക്ക് ആദ്യമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അവിടെ മെയിൻ വെബ്സൈറ്റിൽ പോയിട്ട് താഴോട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ സെഷനിലേക്ക് പോയപ്പോൾ ഒരു 1 2 3 4 5 6 7 8 9 10 11ാമതായിട്ട് കിടക്കുന്ന ഇവിടെ ഡിജി ലോക്കറിന് തൊട്ട് താഴെയുള്ള ചേഞ്ച് ഇൻ സീക്വൻസ് ഓഫ് പോസ്റ്റ് റിസൾട്ട് ആ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആക്കിയപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല. ഇത് അതിന്റെ സബ്ജക്റ്റ് എന്താണ്? ചേഞ്ച് ഇൻ സീക്വൻസ് ഓഫ് പോസ്റ്റ് റിസൾട്ട് ആക്ടിവിറ്റീസ് ഓഫ് ദ board for class 10th or plus 2 by providing photocopy of the evaluated answer books first, followed by the process of verification of marks of revaluation. അതിനെ ബന്ധപ്പെട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കഴിഞ്ഞ വർഷം വരെ, അതായത് കഴിഞ്ഞ വർഷം നിങ്ങളുടെ സീനിയേഴ്സിന് വരെ ഈ ഒരു പ്രോസസ്സ് 3 സ്റ്റെപ്സ് ആയിട്ടായിരുന്നു ഫോളോ ചെയ്തിരുന്നത്. അവിടെ വെരിഫിക്കേഷൻ ഓഫ് മാർക്സ് ആയിക്കോട്ടെ, ഒബ്റ്റെയിനിങ് ഫോട്ടോകോപ്പി ഓഫ് ഇവാലുവേറ്റഡ് ആൻസർ ബുക്ക്, റിവാലുവേഷൻ, അങ്ങനെ 3 സ്റ്റെപ്സ് ആയിട്ടാണ് കഴിഞ്ഞ വർഷം വരെ ഈ ഒരു പ്രോസസ്സ് എങ്കിൽ ഇനി മുതൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം മുതൽ ഈ ഒരു പ്രോസസ്സ് 2 സ്റ്റെപ്സ് ആയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടാണ് സാറിന് തോന്നുന്നത്. 2 സ്റ്റെപ്സ് ആയിട്ട് ഇതൊന്ന് ചുരുക്കിയിട്ടുണ്ട്. അതിലാദ്യമായിട്ട് പറയുന്നത്, നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങളുടെ ആൻസർ ബുക്കിനെ ഫോട്ടോ കോപ്പിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. ധൈര്യമായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത്, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ആഡ് ചെയ്തിട്ടുള്ളത് ശരിയായിട്ട് തന്നെയാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആദ്യമായിട്ട് ആ ആൻസർ ബുക്കിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതാണ് ഇവിടെ ഒബ്റ്റെയിനിങ് ഫോട്ടോ കോപ്പി ഓഫ് ഇവാലുവേറ്റഡ് ആൻസർ ബുക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം കൃത്യമായിട്ട് ആ ആൻസർ ബുക്ക് പരിശോധിച്ചതിന് ശേഷം നിങ്ങൾക്ക് മാർക്ക് കൂട്ടിയതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് അയക്കാം. അതല്ലെങ്കിൽ റിവാലുവേഷനാണ് ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ വാല്യൂ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ വാല്യൂ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് റിവാലുവേഷനും അയക്കാം. അല്ലെങ്കിൽ മാർക്ക് കൂട്ടിയതിലും പ്രശ്നമുണ്ട്, വാല്യൂ ചെയ്തതിലും പ്രശ്നമുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വെരിഫിക്കേഷനും അയക്കാം, റിവാലുവേഷനും അയക്കാം, ബോത്ത്. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത്. വെരിഫിക്കേഷൻ ഓഫ് മാർക്സ് ഓർ റിവാലുവേഷൻ ഓർ ബോത്ത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ഒരു പ്രശ്നമില്ല, കൃത്യമായിട്ട് എന്താണ് നമ്മുടെ നോട്ടിഫിക്കേഷനുള്ളത് സാറ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇതൊരു എന്താ പറയുക, ഒരു ഗുണമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ആൻസർ ബുക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. നിങ്ങൾക്ക് തന്നെ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ട്യൂഷൻ ടീച്ചറോ അല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ട് ബന്ധപ്പെടാൻ പറ്റുമെങ്കിൽ സ്കൂളിലെ പഠിപ്പിച്ച ടീച്ചേഴ്സിനൊക്കെ നോക്കിയിട്ട് ഒന്ന് ചോദിക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇത്ര മാർക്ക് കിട്ടിയിട്ടുള്ളൂ, ഇതിന് കൂടുതൽ മാർക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടല്ലോ ടീച്ചറെ, ഉണ്ട് എന്ന് ടീച്ചർ പറയുകയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്തിനു കൊടുക്കാം, റീവാലുവേഷന് കൊടുക്കാം. മാർക്ക് കൂട്ടിയിൽ പെശക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെരിഫിക്കേഷന് കൊടുക്കാം. ആൻസർ ബുക്കിനേക്ക് തോന്നുന്നു ഓരോ സബ്ജക്റ്റിനും ഒരു 700 രൂപയ്ക്ക് ആയിരിക്കും ഇതിന് ഓരോ സബ്ജക്റ്റിനും വരുന്ന ഒരു എമൗണ്ട് വരിക. ആ സബ്ജക്റ്റിനനുസരിച്ച് എമൗണ്ട് ഡിഫറെൻ്റ് ആവാനുള്ള സാധ്യതയൊന്നുമില്ല. ആ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള എമൗണ്ട് തന്നെയായിരിക്കും. തുടർന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ 2 സ്റ്റെപ്പുകളാണുള്ളത്. റിവാലുവേഷൻ്റെ വിൻഡോ ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. ആ വിൻഡോ ഓപ്പൺ ആകുന്നത് എപ്പോഴാണോ അത് സാറ് വന്നിട്ട് അറിയിക്കുന്നതായിരിക്കും. ഇത് കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്താ ദ ഡീറ്റെയിൽ മോഡാലിറ്റീസ് ഫോർ അപ്ലൈയിങ് ഫോർ ഒബ്റ്റെയിനിങ് ഫോട്ടോ കോപ്പി ഓഫ് ഇവാലുവേറ്റഡ് ആൻസർ ബുക്ക് ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് മാർക്സ് ഓർ റിവാലുവേഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഓർ ഫോർ ബോത്ത് ഫോർ ദ കാൻഡിഡേറ്റ്സ് who have appeared for the examination 2025 will be issued once the result for class 10th or plus 2 are declared എന്ന് കൃത്യമായിട്ടൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. മാത്രമല്ല, റിവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ കാത്തിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നമ്മുടെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തൊക്കെയാണ് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയേണ്ടത് എന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ ബൈ ഓൾ. താങ്ക് യു.